നമസ്കാരമുണ്ട്. ഗ്രാൻഡ് പാരൻസിൻ്റെ കൊച്ചുമക്കളെ കൊഞ്ചിക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും അങ്ങനത്തെ ചില നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ പര്യായങ്ങൾ. ഞാൻ ഓർക്കുകയാണ്, അനിയൻ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ജോലിക്ക് പുറത്ത് നാട്ടിൽ നിന്ന് വെക്കേഷൻ വരുമ്പോൾ അവരുടെ കുടുംബമായിട്ട് വരുമ്പോൾ അവൻ്റെ കുഞ്ഞിനെ അപ്പം കൊഞ്ചിക്കുന്ന വീഡിയോസ് അവരെടുക്കാറുണ്ട്. എന്നിട്ടത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ വളരെ കൗതുകം തോന്നും. കാരണം അപ്പനോട് വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ ആ കുഞ്ഞ് പെരുമാറുകയും കൊച്ചുമക്കളോട് തിരിച്ച് അതിലേറെ സ്നേഹത്തോടും ചിരിയോടും കൊഞ്ചലോടും കൂടെ തിരിച്ച് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരപ്പനെ ഞാൻ കാണാറുണ്ട് ആ വീഡിയോയിൽ. നമ്മൾ പല റീൽസിലുമൊക്കെ കാണുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. പണ്ട് ഭീമൻ രഘുവിനെ പോലെ വളരെ സീരിയസ് ആയിരുന്ന ആളാണ്, ഇപ്പോൾ കൊച്ചുമക്കൾ എടുത്തിട്ട് അലക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റീൽസൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ മുത്തച്ഛന്മാർക്കും മുത്തച്ഛിമാർക്കും കുഞ്ഞുമക്കളോട് പ്രത്യേകമായ വാത്സല്യമാണ്. എന്തുകൊണ്ടാണ് അവരുടെ മക്കളോട് കാര്യഗൗരവത്തോടു കൂടി വളരെ പെരുമാറുകയും ഒട്ടുമേ ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുകയും വളരെ കാർക്കശ്യത്തോടു കൂടി പെരുമാറുകയും ചെയ്ത് ഇവരുടെ കൊച്ചുമക്കളോട് ഇങ്ങനെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നത്? പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഈ കാർക്കശ്യവും അമിത ശിക്ഷണവും കൊണ്ട് ഇവന്മാരൊന്നും മെച്ചപ്പെടിയേല എന്നൊരു ധാരണ കിട്ടിയത് കൊണ്ടാകാം. അതുകൊണ്ട് തന്നെ കൊച്ചുമക്കളെയെങ്കിലും സ്നേഹിച്ച് കുറേ കൂടിയൊക്കെ സമാധാനത്തോടുകൂടി അവരോട് പെരുമാറാമെന്ന് വിചാരിച്ചുകൊണ്ടാകാം. രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അവർക്കൊരുപാട് ആകുലത ഉണ്ടായിരുന്നു. ഇവരുടെ വിദ്യാഭ്യാസം, ഇവരുടെ സാമ്പത്തികമായ സുരക്ഷിതത്വം, കുടുംബജീവിതത്തിലെ ആകുലതകൾ, ഇങ്ങനെ ഒരുപാട് ആകുലതകളും ഞെരുക്കങ്ങളും കാരണം സ്നേഹിക്കാനായിട്ട്, കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് അവരോടൊപ്പം കൊഞ്ചാനായിട്ട്, അവരോടൊപ്പം വാത്സല്യപൂർവ്വം ഇടപഴകാനായിട്ട് ഇവർ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്. ഒരു ഭൂരിഭാഗം മാതാപിതാക്കളും അങ്ങനെയാണ്. കാരണം സാധാരണ ജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യരും അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ സുരക്ഷിതത്വവും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഉറപ്പുമൊക്കെ ബലപ്പെടുത്താനായിട്ട് പുറമേ സ്നേഹം കാണിക്കാതെ ഉള്ളിൽ 1000 സ്നേഹം ഒളിപ്പിച്ച് വെച്ച് ഗൗരവത്തോടെ നടക്കേണ്ടി വന്നവരാണ് ഇവർ പലരും തന്നെ. സ്നേഹമുള്ളവരെ, ജീവിതത്തിനൊരു പ്രത്യേകതയുള്ളത്, ജീവിതത്തിനൊരു റീടേക്ക് ഇല്ല എന്നുള്ളതാണ്. ഒരു റീക്രിയേഷൻ ഒരിക്കലും ജീവിതത്തിൽ സാധ്യമല്ല. നമ്മളുടെ ബാല്യം, നമ്മളുടെ കൗമാരം, നമ്മളുടെ യൗവനം, ഇതൊക്കെ നമ്മൾ ജീവിച്ച് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ഒന്നുകൂടി ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആകെക്കൂടി സാധിക്കുന്നത് ഈ അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും വീണ്ടും അവർ കൊഞ്ചിക്കാത്ത മക്കളെ വീണ്ടും കൊഞ്ചിക്കാനായിട്ട് അവരുടെ കൊച്ചുമക്കളെ കൊഞ്ചിക്കാം എന്നുള്ളത് മാത്രമാണ്. ജീവിതം നമ്മളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് കുറേ കൂടിയൊക്കെ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ ലഭിക്കുന്ന കാര്യങ്ങൾ, അതിൽ കൂടുതൽ ഇൻവോൾവ് ആകാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ പരിസരം പലപ്പോഴും അതിനെ ചിലപ്പോൾ ഒരു പരിധിവരെ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടാകാം. അതങ്ങനെ ചെയ്താൽ ഇത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, കുറച്ചുകൂടിയൊക്കെ ഫ്രീ ആയിട്ട് ഇടപെട്ടാൽ എങ്ങനെ കരുതും എന്നൊക്കെ കരുതി നമ്മൾ പലപ്പോഴും നമ്മളുടെ ബാല്യത്തെയും യൗവനത്തെയും ഒക്കെ ബലം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവാം. നമുക്കറിയാം, ബാല്യത്തിൽ ഒരിക്കൽ പോലും ഒരു മാവിൻ്റെ മുകളിൽ കയറാത്ത, ഒരു മാങ്ങയെ പോലും കല്ലെടുത്ത് വീക്കാത്ത, അതുപോലെ തന്നെ കൂട്ടുകാരോടൊപ്പം കളിവണ്ടി ഓടിച്ച് നടക്കാത്ത, അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ബാല്യത്തിലെ ആ നഷ്ടങ്ങൾ വീണ്ടും എങ്ങനെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും? അതൊരിക്കലും സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മളുടെ സഞ്ചാര വഴികളിൽ നമുക്കൊപ്പമുള്ള ആനന്ദങ്ങളെ കൂടി നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയട്ടെ. ഒരു ചെറിയ തമാശ കഥയുണ്ട്, തമാശയായിട്ട് തന്നെ കണ്ടാൽ മതി അതിനെ. സെമിനാരിയിൽ ആദ്യ വർഷം വന്ന വിദ്യാർത്ഥികളാണ്. ആദ്യ വർഷം അവർ സെമിനാരിയിൽ വന്നു. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, നിന്നെ കണ്ടിട്ടൊരു മെത്രാനാകാനുള്ള ഒരു ലുക്കുണ്ട്, ഒരു ഭാവിയിലൊരു ബിഷപ്പാകും എന്ന് പറഞ്ഞു ഈ കുഞ്ഞിനോട്. അതിനുശേഷം ഇവൻ അതൊരു വളരെ സീരിയസ് ആയി എടുത്തതുകൊണ്ട് സെമിനാരിയിലെ ആദ്യ കാലങ്ങളിലും പിന്നെ കോളേജ് പഠനകാലത്തോ മേജർ സെമിനാരിയിലെ അവരുടെ പഠനകാലത്തോ ഒന്നും ഒരു തരത്തിലുള്ള ആനന്ദങ്ങളിലും ചെറിയ ചെറിയ കുസൃതികളിലോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പമുള്ള ആഘോഷങ്ങളിലോ ഒന്നും പങ്കെടുക്കാറില്ല. കാരണം ഇവൻ്റെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ആ പറഞ്ഞ വാക്ക്, നീ ഭാവിയിലൊരു ബിഷപ്പാകാനുള്ളതാണ്, മെത്രാനാകാനുള്ള ആളാണ് എന്ന് വിചാരിച്ച് എല്ലാത്തിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ച് ഇങ്ങനെ ജീവിച്ചു. അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ പഠിച്ച സെമിനാരിയിൽ വീണ്ടും അവരൊരു റീയൂണിയന് വന്നപ്പോൾ ഓരോരുത്തരും അവരുടെ ആ ആദ്യകാലങ്ങളിൽ ചെയ്ത തമാശകളും കുസൃതികളും അവരെ മാസ്റ്ററച്ചൻ വഴക്ക് പറഞ്ഞതും അവർ ചെയ്ത മണ്ടത്തരങ്ങളും തെറ്റുകളും പോരായ്മകളും ഒക്കെ പറഞ്ഞ് ഉല്ലസിച്ചപ്പോൾ
ഈ മെത്രാനാകാനുണ്ട് എന്ന് പറഞ്ഞ് ജീവിച്ച ആൾക്ക് അവസാനം മെത്രാനും ആകാൻ പറ്റാതെ അയാളും അവിടെ ഉണ്ട്. അയാൾക്കും ഒന്നും പറയാനുണ്ടായില്ല. കാരണം പല വിധത്തിലുള്ള പിരിമുറുക്കത്താൽ എന്തോ വലിയ സ്വപ്നത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ കുറേ കൂടിയൊക്കെ പുറംകുപ്പായമൊക്കെ ഇട്ട അണിഞ്ഞ് ഗൗരവപൂർവ്വം ജീവിച്ചതുകൊണ്ട് ആ വളർന്നു വന്ന വഴികളിലെ സന്തോഷങ്ങളും കുസൃതികളും തെറ്റുകളും ഒന്നും മനസ്സിലാക്കാനോ അതിൽ പങ്കുചേരാനോ പറ്റാഞ്ഞതുകൊണ്ട് ഓർമ്മയിൽ നല്ല നല്ല ഓർമ്മകളൊന്നും ഉണ്ടാകാതെ പോയി. സ്നേഹമുള്ളവരെ, നമ്മളുടെ സഞ്ചാര വഴികളിൽ ബാല്യത്തിൽ, യൗവനത്തിൽ, കൗമാരത്തിൽ ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതിക്കൊണ്ടും പല വിധത്തിലുള്ള ആകുലതകൾ കൊണ്ടും നമ്മളുടെ ആനന്ദങ്ങളെ കെടുത്തിക്കളയരുത്. നന്ദി.